നമസ്കാരം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത്. നീണ്ട 14 വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു. അപ്പോഴും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല. ശേഷം ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത്. ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപകർച്ചകളാക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത്. നിരവധി വേഷങ്ങൾ, മേക്ക് ഓവറുകൾ എല്ലാം കണ്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ. മലയാളത്തിൽ നിന്നും തമിഴിലേക്കും മഞ്ജു ചുവട് വെച്ചു കഴിഞ്ഞു. തമിഴിൽ മഞ്ജുവിന്റെ 4ാമത്തെ ചിത്രമാണ് വിടുതലേറ്റു. മഞ്ജുവിന്റെ പഴയ ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ണെഴുതി പൊട്ടും എന്ന ചിത്രം. മഞ്ജു വാര്യരുടെ കരിയർ ബെസ്റ്റ് ചിത്രങ്ങളിലൊന്നായിരുന്നു കണ്ണെഴുതി പൊട്ടും തൊട്ട്. സിനിമാ ലോകവും പ്രേക്ഷകരും ഒരുപോലെ സ്വീകരിച്ച ചിത്രത്തിലെ ഭദ്രയായുള്ള താരത്തിന്റെ അഭിനയത്തെ പ്രശംസിക്കാത്തവരില്ല. ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിന് നൽകിയ അഭിമുഖത്തിൽ ഈ ചിത്രത്തിൽ നടി മഞ്ജുവിന്റേത് അസാധ്യ പെർഫോമൻസ് ആണെന്ന് തന്റെ അച്ഛൻ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് ശോഭി തിലകൻ. ഈ ചിത്രത്തിൽ ഭദ്രയായി മഞ്ജുവും നടേശൻ മുതലാളിയായി അച്ഛനും ഗംഭീര കാഴ്ചവെച്ച ഒരു ഹിറ്റ് ചിത്രമായിരുന്നു കണ്ണെഴുതി പൊട്ടും തൊട്ട്. അച്ഛൻ തന്നോട് പറഞ്ഞിരുന്നു, മഞ്ജു നല്ല അസാധ്യ അഭിനയമാണ് കാഴ്ചവെച്ചതെന്ന്. ശരിയാണ്, അത് ആ ചിത്രം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. ശരിക്കും അച്ഛനും മഞ്ജുവും മത്സരിച്ച് അഭിനയിച്ച ചിത്രമായിരുന്നു അത്. അതുപോലെ ഈ ചിത്രത്തിൽ അച്ഛൻ നെർവസ് ആയെന്നും ശോഭി തിലകൻ പറയുന്നു. അഭിനയിക്കുമ്പോൾ മഞ്ജുവിന്റെ കൂടെ നിന്ന് താഴേക്ക് പോകാൻ പാടില്ലല്ലോ, കാരണം ആ സിനിമയിൽ മഞ്ജുവിന്റെ അഭിനയം അത്രയ്ക്ക് മനോഹരമായിരുന്നു, ശോഭി തിലകൻ പറഞ്ഞു. അതേസമയം നേരത്തെ ചിത്രത്തിന്റെ സംവിധായകൻ TK രാജീവ് കുമാറും മഞ്ജുവിന്റെ പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞ് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ചാണ് മഞ്ജു കഥ കേട്ടത്. കഥ പറയുമ്പോൾ മഞ്ജുവിന്റെയും അച്ഛന്റെയും അമ്മയുടെയും മുഖം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നേരത്തെ മനസ്സിലാക്കിയ മഞ്ജു നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോയി. കഥ കേട്ട് മഞ്ജു എന്നോടൊരു ചോദ്യമേ ചോദിച്ചുള്ളൂ, ചേട്ടാ ഈ സിനിമയിൽ നഗ്നതയുണ്ടോ? ഇല്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ആവേശത്തോടെ മഞ്ജു സിനിമ ചെയ്യാൻ സമ്മതം മൂളുകയായിരുന്നു. ആ പ്രായത്തിൽ ഇത്തരത്തിലൊരു കഥ കേൾക്കുമ്പോൾ അത് സമഗ്രമായി പരിശോധിക്കാനുള്ള അപാരമായ ഒരു ഉൾക്കാഴ്ച മഞ്ജുവിനുണ്ടായിരുന്നു. അതെന്നെ അത്ഭുതപ്പെടുത്തി. സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ മടങ്ങാണ് മഞ്ജു കഥാപാത്രത്തെ തിരിച്ചു തന്നത്. അഭിനയിക്കാൻ വരുമ്പോൾ ഒരു കാര്യം മാത്രമേ മഞ്ജു ആവശ്യപ്പെട്ടിട്ടുള്ളൂ, സീൻ വിവരിക്കുമ്പോൾ വിശദമായി പറഞ്ഞു കൊടുക്കണം. എന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് കൃത്യമായി വായിച്ചെടുക്കാൻ മഞ്ജുവിന് സാധിച്ചു. പലപ്പോഴും ഞാൻ കട്ട് പറയാൻ വരെ മറന്നുപോയെന്നുമാണ് രാജീവ് കുമാർ പറഞ്ഞത്. മുമ്പ് മഞ്ജു വാര്യരുടെ അഭിനയത്തെക്കുറിച്ച് തിലകൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, എന്റെ രംഗം ഇല്ലാത്തപ്പോൾ പോലും ഞാൻ സെറ്റിൽ പോകുമായിരുന്നു, കാരണം ആ പെൺകുട്ടിയുടെ അഭിനയം കാണണമായിരുന്നു എനിക്ക്, എങ്കിലേ എനിക്ക് ഒപ്പം എത്താൻ കഴിയൂ എന്നായിരുന്നു. മഞ്ജു വാര്യർ, തിലകൻ, ബിജു മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി TK രാജീവ് കുമാർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കണ്ണെഴുതി പൊട്ടും തൊട്ട്. ഒരു പെണ്ണിന്റെ പ്രതികാര കഥയാണ് കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമ പറയുന്നത്. തന്റെ മാതാപിതാക്കളെ കൊന്ന നടേശൻ എന്ന മുതലാളിയെ വകവരുത്താൻ ശ്രമിക്കുന്ന ഭദ്ര എന്ന പെൺകുട്ടിയായാണ് മഞ്ജു എത്തിയത്. ശൃംഗാരവും പ്രതികാരവും പ്രണയവും പകയുമെല്ലാം മാറി മാറി പകർന്നിടുന്ന ആ വേഷം മഞ്ജു തന്മയത്വത്തോടെ അവതരിപ്പിച്ചു. നടേശൻ എന്ന കഥാപാത്രം അവതരിപ്പിച്ചത് അഭിനയകലയുടെ പെരുന്തച്ഛൻ തിലകനാണ്. തിലകനും മഞ്ജു വാര്യരും മത്സരിച്ച് അഭിനയിച്ച ചിത്രം കൂടിയായിരുന്നു ഇത്. കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ അഭിനയത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡ് ജൂറിയുടെ പ്രത്യേക പരാമർശം മഞ്ജുവിന് ലഭിച്ചിരുന്നു.